Hello, I'm Sunny Williams. I'm up here on the International Space Station. So this is Node 2. This is a really cool module. Of course, most of these modules you'll see they have four sides and they're put together. That way we could sort of work on a flat plane. ന്യൂ മെക്സിക്കോയിൽ 2024 സെപ്റ്റംബർ 6-ന് ബോയിങ് സ്റ്റാർ ലൈൻ പേടകം തിരിച്ചെത്തിയത് യാത്രക്കാരാരുമില്ലാതെയാണ്. മടങ്ങി വരേണ്ട രണ്ടുപേരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ആകട്ടെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയി. Touchdown. With no astronauts aboard, flight controllers in Houston remotely undocked Boeing Starliner from Starliner showing a beautiful streak across the sky. A seemingly smooth ending to a turbulent mission. Touchdown. Starliner is back on Earth. മനുഷ്യരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന സ്റ്റാർ ലൈനിന്റെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു അത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കൻ വംശജനായ ബുച്ച് വിൽമോറും 2024 ജൂൺ 5-നാണ് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത്. 7-ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തി 13-ന് മടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ. സ്റ്റാർ ലൈനിന്റെ ട്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിംഗ് ചോർച്ചയും എല്ലാ പദ്ധതിയും മാറ്റിമറിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ടവർ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ മുകളിലുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിയത് 8 മാസത്തിലേറെ. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ നാൾ തുടർച്ചയായി കഴിഞ്ഞ വനിതയാണ് സുനിത വില്യംസ്. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്തെ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ. സ്പേസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങി 62 മണിക്കൂറും 6 മിനിറ്റും നടന്നു. 9 തവണ സ്പേസ് വാക്കും നടത്തി. 1965 സെപ്റ്റംബർ 19-നാണ് സുനിത പാണ്ഡ്യ വില്യംസ് എന്ന സുനിത വില്യംസ് ജനിച്ചത്. ഗുജറാത്തിൽ നിന്നുള്ള ദീപക് പാണ്ഡ്യ എന്ന ന്യൂറോ അനാട്ടമിസ്റ്റിന്റെയും സ്ലോവേനിയൻ വംശജ ഉർസുലിൻ ബോണിയുടെ മകളാണ് സുനിത വില്യംസ്. US അക്കാദമിയിൽ നിന്ന് ബിരുദവും ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടി. തുടർന്ന് US നാവികസേനയിൽ ചേർന്ന് ഒരു പൈലറ്റ് ആകാൻ പരിശീലനം നേടി. 30 വ്യത്യസ്ത തരം വിമാനങ്ങൾ 3000-ലേറെ മണിക്കൂറുകൾ ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് നേടി. ഇത് കൂടാതെ പലവിധ തസ്തികകളിലായി സുനിത സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 98-ൽ നാസയുടെ ബഹിരാകാശ പദ്ധതിയിൽ സുനിത വില്യംസിനെയും തിരഞ്ഞെടുത്തു. പിന്നീട് വർഷങ്ങളോളമുള്ള പരിശീലനത്തിന് ശേഷം 2007-ൽ നാസയുടെ ഔദ്യോഗിക ബഹിരാകാശ സഞ്ചാരിയായി. 4 തവണയായി 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിതയായി. ഈ റെക്കോർഡ് പിന്നീട് പെഗ്ഗി വിറ്റ്സൺ മറികടന്നു. ഇപ്പോൾ വീണ്ടും സുനിത ആ റെക്കോർഡുകൾ ഭേദിച്ച് ഒന്നാമതെത്തി. 2012-ൽ വീണ്ടും സുനിത ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചു. 2 ദൗത്യത്തിലും കൂടി 322 ദിവസം സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിച്ചു. US-ന്റെ വാണിജ്യ ബഹിരാകാശ പദ്ധതിയുടെ ആദ്യ യാത്രക്കാരിൽ ഒരാളായി 2015-ൽ നാസ പ്രഖ്യാപിച്ചു. ബോയിങ് സ്പേസ് എക്സ് പേടകങ്ങളിലെ പരിശീലനം നേടി. 2018-ൽ ബോയിങ് സ്റ്റാർ ലൈനറിന്റെ ആദ്യ ഓപ്പറേഷൻ മിഷൻ ഫ്ലൈറ്റിലേക്ക് നിയോഗിക്കപ്പെട്ടു. സുനിത വില്യംസും ബുച്ച് വിൽമോറുമാണ് മിഷന് വേണ്ടി പോകുന്നതെന്ന് നാസ അറിയിച്ചു. തുടർന്ന് 2024 ജൂൺ 5-ന് മിഷൻ യാഥാർത്ഥ്യമായി. ഓർബിറ്റൽ ബഹിരാകാശ പേടകത്തിന്റെ പരീക്ഷണ പറക്കലിൽ പങ്കെടുത്ത ആദ്യ വനിതയായി സുനിത. എന്നാൽ പേടകത്തിന്റെ തകരാറ് മൂലം മടക്കയാത്ര മുടങ്ങി. തുടർന്ന് സെപ്റ്റംബറിൽ സുനിതയെ ISS കമാൻഡറായി നിയോഗിച്ചു. US-ന്റെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി ബോയിങ്ങിന് $420 കോടി ഇലോൺ മാസ്കിന്റെ സ്പേസ് എക്സിന് $260 കോടി നാസ നൽകിയത്. സ്പേസ് എക്സ് ഇതിനോടകം ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെയും എക്യുപ്മെന്റ്സും എല്ലാം വിജയകരമായി എത്തിക്കുകയും ഭൂമിയിലേക്ക് തിരിച്ചിറക്കുകയും ചെയ്തു. പക്ഷേ ബോയിങ്ങിന്റെ പ്രൊജക്ട് ഏറെ നീണ്ടുനിന്നു. ഒട്ടേറെ തവണ പരീക്ഷണ യാത്രകളും വിക്ഷേപണങ്ങളും മാറ്റിവെച്ചു. ടെസ്റ്ററുകളുടെ തകരാറും ഹീലിംഗ് ചോർച്ചയും എല്ലാം ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിന് ചീത്തപ്പേരുണ്ടാക്കി. 2019 മുതൽ മനുഷ്യരില്ലാതെ 2 തവണ ബഹിരാകാശത്തേക്ക് പറന്നപ്പോഴും സ്റ്റാർ ലൈനറിന്റെ 28 ടെസ്റ്ററുകളിൽ 5 എണ്ണം പരാജയപ്പെട്ടു. തുടർന്ന് 2024 സെപ്റ്റംബർ മുതൽ ISS-ൽ ഡോക്ക് ചെയ്തിട്ടുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ സുനിതയെയും ബുച്ച് വിൽമോറിനെയും മാർച്ച് 18, 2025-ൽ ഭൂമിയിലേക്ക് തിരികെ എത്തിച്ചു. ബഹിരാകാശത്ത് മാരത്തോൺ ഓടിയ ആദ്യ വ്യക്തി, ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിത എന്നിങ്ങനെ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ച സുനിതയെ തേടിയെത്തിയത് നിരവധി പുരസ്കാരങ്ങളാണ്. ഇന്ത്യയുടെ പത്മഭൂഷൺ, സ്ലൊവേനിയയുടെ ഗോൾഡൻ ഓർഡർ ഫോർ മെറിറ്റ്, US-ന്റെ ലീജിയൻ ഓഫ് മെറിറ്റ്, റഷ്യയുടെ ബഹിരാകാശ മെഡൽ, നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങളാണ് സുനിതയെ തേടിയെത്തിയത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയതിനു ശേഷം അവർ നേരിടാൻ പോകുന്ന പ്രധാന ഹെൽത്ത് ഇഷ്യൂ പേശികളുടെ ക്ഷീണമാണ്. മൈക്രോഗ്രാവിറ്റിയിൽ ശരീരത്തെ താങ്ങി നിർത്താൻ അധ്വാനം കുറവായതിനാൽ പേശികൾ ക്ഷീണിക്കും.
ഭൂമിയിൽ നിൽക്കാനും നടക്കാനും പ്രയാസമാം. സുനിതയുടെ അസ്ഥിയുടെ സാന്ദ്രത കുറയുന്നതിനാൽ ഒടിയാനും ചാൻസ് ഉണ്ട്. ഗുരുത്വാകർഷണത്താൽ ശരീരത്തിലെ ദ്രാവങ്ങൾ താഴേക്ക് വലിയുന്നതോടുകൂടി ദേഹവേദന കൂടും. രക്തം പമ്പ് ചെയ്യാനുള്ള ശക്തി കുറയുന്നതിനാൽ ഹൃദയം അല്പം ചുരുങ്ങും. രക്തസമ്മർദ്ദം കുറയാനും തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. കണ്ണിന്റെ ആകൃതി മാറാനും കാഴ്ചക്കുറവിനും സാധ്യതയുണ്ട്. ബഹിരാകാശത്തിൽ ഉയർന്ന അളവിൽ ഉള്ള വികിരണങ്ങൾ ഏറ്റതിനാൽ ക്യാൻസറിനും ചാൻസ് ഉണ്ട്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇപ്പോൾ വൈദ്യസഹായം നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.